നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം. ടോപ്പ് 7 at 7-ലേക്ക്. ഡൽഹി സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. യാസിർ അഹമ്മദ് ധർ എന്നയാളാണ് അറസ്റ്റിലായത്. NIA ഇയാളെ പിടികൂടിയത്. ഡൽഹി സ്ഫോടനത്തിൽ ചാവേറായ ഉമർ ഉൻ നബിയുമായി അടുത്ത ബന്ധം ഇയാൾക്കുണ്ടെന്നാണ് വിവരം. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, 11 പേരുടെ മരണത്തിനിടയാക്കിയ ചെങ്കോട്ട ഭീകരാക്രമണം, അതിൽ 9ാമത്തെ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? നീലിമ, ഈ ഡൽഹി സ്ഫോടനം അത് മാധ്യമങ്ങൾ മറന്നെങ്കിലും നമ്മുടെ അന്വേഷണ ഏജൻസികൾ അത് മറന്നിട്ടില്ല. അതിന്റെ പിന്നാലെ തന്നെയുണ്ട് നമ്മുടെ മാധ്യമം, നമ്മുടെ NIA ഉൾപ്പെടുന്ന ഏജൻസികൾ എന്നുള്ളതാണ് ഇപ്പോൾ വെളിവാകുന്നത്. 9ാം പ്രതിയെ ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. യാസിർ അഹമ്മദ് ധർ എന്ന ഷോപ്പിയാൻ സ്വദേശി, ജമ്മു കശ്മീരിലെ ഷോപ്പിയാൻ സ്വദേശിയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പ്രത്യേകത, ഇയാൾ ഒരു മുസ്ലിം മതപണ്ഡിതനാണ്, ഒരു പുരോഹിതനാണ് എന്നുള്ളതാണ്. ഇയാളാണ് ഈ ഉമർ നബി, ഈ സ്ഫോടനം നടത്തിയ ഉമർ നബി അടക്കമുള്ളവരെ ഇതിലേക്ക്, ഈ ഭീകരവാദ സംവിധാനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും അവരെ പിന്നിൽ നിന്നും പ്രേരണ നൽകിയതും എന്നുള്ളതാണ് NIA കണ്ടെത്തിയിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിലായിരുന്നു. തുടർച്ചയായ പരിശോധനകൾ NIAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിനൊടുവിലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് NIA ഇപ്പോൾ. അതായത് കൃത്യമായ വഴിയിൽ ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങുന്നുണ്ട്. പാകിസ്ഥാന്റെ പങ്കടക്കം വൈകാതെ ഇക്കാര്യത്തിൽ തെളിവ് സഹിതം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഈ അറസ്റ്റിലൂടെ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീകാന്ത്, അന്ന് ചാവേറായ ഉമർ ഉൻ നബിയുടെ അടുത്ത ആളായാണ് ഈ യാസിർ അഹമ്മദ് ധർ അറിയപ്പെടുന്നത്. മാത്രവുമല്ല, NIA പറയുന്നത് ഈ ഗൂഢാലോചനയിൽ, ചെങ്കോട്ട ഭീകരാക്രമണത്തിലെ ഗൂഢാലോചനയിൽ വളരെ കൃത്യമായ പങ്ക് ഈ യാസിർ അഹമ്മദ് ധറിന് ഉണ്ട് എന്നതാണ്. ശ്രീകാന്ത്. തീർച്ചയായും നീലിമ, ഇയാള് ഈ ഷോപ്പിയാൻ കേന്ദ്രീകരിച്ചുള്ള ഒരു മത സ്ഥാപനത്തിലെ, ഒരു പള്ളിയിലെ മതപുരോഹിതനാണ്. ഇയാളാണ് ഈ പ്രേരണാ സ്രോതസ് എന്ന് പറയുന്നത്. ഇന്ന സ്ഥലത്ത് പോയി സ്ഫോടനം നടത്തുന്നതിനടക്കമുള്ള പ്രേരണാ സ്രോതസ് ഈ യാസിർ അഹമ്മദ് ധർ ആണ് എന്ന് ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. അത് കൃത്യമായി കണ്ടെത്തിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉമർ നബി അടക്കമുള്ളവർ ഇവിടെ ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ള കാര്യവും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് NIA. തുടർന്നാണ് ഈ ധറിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ യാസിർ അഹമ്മദ് ധർ അടക്കമുള്ള ആളുകൾക്ക് പാക് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുമായി നേരിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതായത് പാക് ഭീകര ശൃംഖലയിലേക്കുള്ള ആ ഒരു നെറ്റ്വർക്ക് പൊളിക്കാൻ, ആ ഒരു നെക്സസ് പുറത്തു കൊണ്ടുവരാൻ ഇയാളുടെ അറസ്റ്റ് വളരെ സഹായകരമാണ്. ഓക്കെ, ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബിൽ പാസാക്കി ലോക്സഭ. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ ശബ്ദ വോട്ടോടുകൂടിയാണ് ബില്ല് പാസാക്കിയത്. പദ്ധതിയിലെ മാറ്റങ്ങൾ ഗ്രാമങ്ങളെ ശക്തമാക്കും. 2005-ൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി പാർലമെന്റ് പാസാക്കുമ്പോൾ ഗാന്ധിജിയുടെ പേര് ഉണ്ടായിരുന്നില്ലെന്നും ബില്ലിന്മേലുള്ള ചർച്ചയിൽ മറുപടിയായി കേന്ദ്ര മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. मेरे विचार में निर्णय हवालों के पछुआ प्रस्ताव स्वीकृत हुआ, विधेयक पारित हुआ. വിശദമായ ചർച്ചയ്ക്കൊടുവിൽ ശബ്ദ വോട്ടോടുകൂടിയാണ് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്ന VBG റാംജി ബിൽ ലോക്സഭ പാസാക്കിയത്. പ്രതിപക്ഷ ബഹളത്തിനിടയിലായിരുന്നു ബില്ല് പാസാക്കിയത്. ബില്ലിന്റെ പകർപ്പ് കീറിയെറിഞ്ഞുകൊണ്ട് ബഹളം വെച്ച പ്രതിപക്ഷത്തെ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ രൂക്ഷമായി വിമർശിച്ചു. നിങ്ങളുടെ പ്രതിഷേധത്തിന് വഴങ്ങാനും വികസനയാത്ര തടയാനും സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിലെ സമഗ്ര മാറ്റങ്ങൾ ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ഗാന്ധിജിയുടെ ആശയങ്ങളുടെ ലക്ഷ്യവും അതുതന്നെയാണെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में एक वैभवशाली भारत, एक गौरवशाली भारत, एक संपन्न भारत, एक समृद्ध भारत, एक शक्तिशाली भारत का निर्माण हो रहा है. और विकसित भारत के लिए विकसित गांव, ये हमारी इस योजना का उद्देश्य है.
ഗ്രാമങ്ങളുടെ വികസനവും രാഷ്ട്രത്തിന്റെ നിർമ്മാണവും തന്നെയാണ് RSSന്റെ പ്രവർത്തന ലക്ഷ്യമെന്നും ശിവരാജ് സിംഗ് ചൌഹാൻ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ വർധനവുൾപ്പെടെ സമഗ്ര മാറ്റമാണ് കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊണ്ടുവന്നത്. 100 ദിവസത്തെ തൊഴിൽ എന്നത് 125 ദിവസമായി ഉയർത്തി. വേതനം 7 ദിവസം അല്ലെങ്കിൽ പരമാവധി 15 ദിവസത്തിനകം നൽകും. ഈ കാലപരിധിക്കുള്ളിൽ നൽകാനായില്ലെങ്കിൽ പ്രത്യേകം തൊഴിലില്ലായ്മ വേതനം നൽകും. വേതനത്തിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% വേതനം കേന്ദ്രം നൽകും. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% കേന്ദ്രവും 10% സംസ്ഥാനവും വഹിക്കണമെന്നാണ് വ്യവസ്ഥ. ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ഉപജീവന അടിസ്ഥാന സൗകര്യം, ജലസുരക്ഷ, ദുരന്ത പ്രതിരോധം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ചായിരിക്കും പദ്ധതി പ്രകാരം ജോലി നിശ്ചയിക്കുക. സുതാര്യത ഉറപ്പാക്കാൻ ബയോമെട്രിക്, ജിയോ ടാഗിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തും. വിവിധ തലങ്ങളിൽ പരാതി പരിഹാരത്തിനും വ്യവസ്ഥയുണ്ട്. ജനം, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ സിവിൽ ഓർഡർ ഓഫ് ഒമാൻ ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് ഒമാൻ. സുൽത്താൻ ഹൈതം ബിൻ താരിഖാണ് ബഹുമതി സമ്മാനിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ നൽകിയ സംഭാവനകൾ മാനിച്ചുകൊണ്ടാണ് ബഹുമതി. നേരത്തെ ഒമാനും ഭാരതവും സമഗ്ര സാമ്പത്തിക സഹകരണ ധാരണയിലും ഒപ്പുവച്ചിരുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വലിയ സ്വീകരണമാണ് ഒമാൻ നരേന്ദ്രമോദിക്ക് നൽകിയത്. പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിരിക്കുകയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ. ഒപ്പം തന്നെ ഒമാനും ഭാരതവും തമ്മിൽ സഹകരണ കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. വിവരങ്ങൾ. നിലിമ, തീർച്ചയായും വലിയ രീതിയിലുള്ളൊരു സ്വീകരണം തന്നെയാണ് ഒമാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് എന്നത് വ്യക്തമാകുകയാണ്. ഒമാൻ്റെ ഏറ്റവും പരമോന്നതമായ ഒരു സിവിലിയൻ ബഹുമതി കൂടി നൽകി ആദരിച്ചാണ് ഒമാൻ സുൽത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭാരതത്തിലേക്ക് തിരിച്ചയക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിവിൽ ഓർഡർ ഓഫ് ഒമാൻ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ബഹുമതി നൽകി ആദരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ആ സാന്നിധ്യം അവർ ആഘോഷമാക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉഭയകക്ഷി ബന്ധം ശാക്തീകരിക്കുന്നതിന് പ്രധാനമന്ത്രി നൽകിയ സംഭാവനകളെ അനുസ്മരിച്ചാണ് ഈ ബഹുമതി നൽകിയത് എന്നും ഒമാൻ സുൽത്താൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു സുപ്രധാന വിഷയം നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ സമഗ്ര സാമ്പത്തിക സഹകരണ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ധാരണ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ധാരണ പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക രംഗത്തെയും സാമ്പത്തിക രംഗങ്ങളിലെ പ്രധാന ഘടകങ്ങളായ വാണിജ്യ നിക്ഷേപ രംഗങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നതിനുള്ളൊരു ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വൻതോതിലുള്ള ഇറക്കുമതി കയറ്റുമതി ബന്ധങ്ങൾ നിലനിൽക്കുന്നു. ഭാരതം വൻതോതിൽ $6.6 ബില്യൺ പെട്രോളിയം ഉൾപ്പെടെ ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ ഭാരതം ഇറക്കുമതി ചെയ്യുന്നു. സ്വാഭാവികമായും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഭാരതം ഒമാനിലേക്ക്. അത്തരത്തിൽ ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് $6.6 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് ഒമാനിൽ നിന്നെങ്കിൽ ഭാരതത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് $4.3 ബില്യൺ കയറ്റുമതി ഉൽപ്പന്നങ്ങളാണ്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള കയറ്റുമതിയും ഇറക്കുമതിയും നടക്കുന്നുണ്ട്. ഈ രണ്ട് കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഭാരതത്തിൻ്റെ കയറ്റുമതിക്ക് ഒമാൻ ചുമത്തുന്ന താരിഫ് 5%. ഈ താരിഫിൽ ഒരു ഏകീകരണവും താരിഫിൽ ഒരു ഇളവും നൽകുന്നതിനുള്ള ധാരണയായിരിക്കും പ്രധാനമായും ഈ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ സ്വഭാവമുള്ള ഈ സാമ്പത്തിക സഹകരണ ബന്ധം ശാക്തീകരിക്കുമ്പോൾ ഉണ്ടാവുക അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാവുക. അത് വലിയ തോതിലുള്ള വിപണി ഇരു രാജ്യങ്ങൾക്കും തുറന്നു കിട്ടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിലുള്ള വിവിധ രീതിയിലുള്ള സഹകരണം, അതായത് എയർക്രാഫ്റ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ എയർക്രാഫ്റ്റ് ഘടകഭാഗങ്ങൾ ഉൾപ്പെടെ ഭാരതം കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിനെല്ലാം തന്നെ വലിയ സാധ്യതകൾ തുറന്നു കിട്ടുന്ന ഒരു കയറ്റുമതി മാർക്കറ്റും അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ രീതിയിലുള്ള മറ്റൊരു മാർക്കറ്റും തുറന്നു കിട്ടുന്നു എന്ന ഒരു യാഥാർത്ഥ്യം, അതായത് ഒമാൻ്റെയും ഭാരതത്തിൻ്റെയും വിപണികൾ പരസ്പരം ഒന്നാകുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വസ്തുതയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു എഗ്രിമെൻ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള മുന്നേറ്റം സാമ്പത്തിക രംഗത്ത് സാധ്യമാക്കാൻ ഉതകുന്നതാണ് ഈ ധാരണ എന്നതും ഒരു വ്യക്തമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഐസൻ, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. 70 വർഷത്തെ ബന്ധമാണ് ഒമാനും ഭാരതവും
ഭാരതവും തമ്മിൽ നിലനിൽക്കുന്നത്. ഈ സാമ്പത്തിക സഹകരണത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകാൻ പോകുന്നത് ഈ ഭാരതത്തിലെ യുവജനതയ്ക്കാണ് എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കി. ഒപ്പം തന്നെ അവിടുത്തെ ഭാരത സമൂഹവുമായി അദ്ദേഹം സംവദിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അത്തരം വിവരങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോയി വരാം. തീർച്ചയായും അവിടെ രണ്ട് പ്രധാന പൊതുപരിപാടികളാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ഭാരത സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. ഏറെ കൗതുകകരമായൊരു കാര്യം വാർത്തകളിലെല്ലാം നിറഞ്ഞു നിന്നത് അദ്ദേഹം ഭാരത സമൂഹവുമായി സംവദിക്കുമ്പോൾ മലയാളത്തിൽ പോലും വാക്കുകൾ ഉപയോഗിച്ച് സംവദിച്ചു. അതായത് വലിയൊരു മലയാളി സമൂഹം ഒമാനിലുണ്ട് എന്ന ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് മലയാളത്തിൽ പോലും അദ്ദേഹം സന്ദേശ വാക്കുകൾ അല്ലെങ്കിൽ ആശംസാ വാക്കുകൾ ചൊരിഞ്ഞു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇന്ത്യൻ സമൂഹത്തോട് നടത്തുകയും ഇന്ത്യൻ സമൂഹവുമായുള്ള ബന്ധം ഏത് ഇടങ്ങളിലായാലും ഭാരത സമൂഹവുമായുള്ള ബന്ധം ശാക്തീകരിക്കുന്ന അല്ലെങ്കിൽ അത് കുറെ കൂടി ഊർജിതമാക്കുന്ന ഊഷ്മളമാക്കുന്ന ഇടപെടലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശന വേളകളിൽ സ്വാഭാവികമായും ഉണ്ടാകാറുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഇന്ത്യ ഒമാൻ ബിസിനസ് ഫോറത്തിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ ഒമാൻ ബിസിനസ് ഫോറം ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം ഊന്നിയത് വാണിജ്യ ബന്ധത്തിൻ്റെയും അതുപോലെ തന്നെ കയറ്റുമതി ഇറക്കുമതി സാധ്യതകളുടെയും വലിയ ധാരണകളിലേക്ക് പോകുന്നു എന്നതിനപ്പുറം ഡിജിറ്റൽ സാങ്കേതികവിദ്യ, അതായത് ഡിജിറ്റൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഭാരതം കൈവരിച്ച നേട്ടം പരസ്പരം സഹകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പരസ്പരം പങ്കുവെക്കുന്നതിനുള്ള ഒരു ധാരണയും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്നു എന്നതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകുന്നു എന്നാണ്. സ്വാഭാവികമായും ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് കേവലം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മാത്രമല്ല, വലിയൊരു ഡിജിറ്റൽ ഇൻക്ലൂഷൻ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തെ ഉൾച്ചേർക്കുന്ന ഒരു നീക്കമാണ്. ഒമാനും ഭാരതവും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമാക്കുന്നതിനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, അതുപോലെയുള്ള ഉടമ്പടികൾ, അതാണ് ഇന്ന് ഒമാനിൽ നമ്മൾ കണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കാൻ ആസൂത്രിത നീക്കവുമായി സംസ്ഥാന സർക്കാർ. കോർപ്പറേഷന്റെ 200 കോടി രൂപ അടിയന്തരമായി ട്രഷറിയിലേക്ക് അടയ്ക്കാനാണ് ഉത്തരവ്. ട്രഷറി നിയന്ത്രണം എന്ന പേരിൽ 6 മാസത്തിനുള്ളിൽ തുകയടയ്ക്കാനാണ് നിർദ്ദേശം. നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതൃത്വം രംഗത്തെത്തി. തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 200 കോടി രൂപ അടിയന്തരമായി ട്രഷറിയിലേക്ക് അടയ്ക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടില്ലാത്ത സാഹചര്യത്തിലും ഒരു ഡിവിഷനിൽ കൂടി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് ട്രഷറിയിലേക്ക് പണം മാറ്റാൻ തിരക്കിട്ട ശ്രമം നടത്തുന്നത്. നഗരസഭാ ഭരണം NDAയ്ക്ക് മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടി വന്നതിന്റെ പകപോക്കലാണ് സർക്കാർ നടത്തുന്നതെന്ന് BJP കൗൺസിലർമാർ ആരോപിച്ചു. ഒരു ഭരണമാറ്റമുണ്ടായപ്പോൾ ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുവാനും ഒരു പ്രാദേശിക ഗവൺമെൻറ് എന്നറിയപ്പെടുന്ന നഗരസഭാ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കുവാനുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത്. നിയമപരമായി ഞങ്ങൾ എതിർക്കും, രാഷ്ട്രീയമായും ഞങ്ങൾ ഇതിനെ എതിർത്ത് തോൽപ്പിക്കും. പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ വ്യക്തമാക്കി. ഇതിനെതിരെ ജനകീയ സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുക, സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടുകൊണ്ട് വരുന്ന ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക, നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് BJPക്ക് ലഭിച്ചത്. 50 കൗൺസിലർമാരാണ് ഇടത് കോട്ടയിൽ ഉൾപ്പെടെ അധികാരം പിടിച്ചെടുത്തത്. ജനം, തിരുവനന്തപുരം. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പശ്ചിമബംഗാൾ സന്ദർശിക്കും. ഡിസംബർ 20-നാണ് പ്രധാനമന്ത്രി ബംഗാൾ സന്ദർശിക്കുക. നദിയ ജില്ലയിൽ പൊതുറാലിയെ മോദി അഭിസംബോധന ചെയ്യും. ഡിസംബർ 29-30 തീയതികളിലാകും അമിത്ഷായുടെ സന്ദർശനം. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് BJP കോർ ഗ്രൂപ്പ് അംഗങ്ങളുമായി ചർച്ച നടത്തും. സംസ്ഥാനത്ത് SIR നടക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ നടപടികൾ ഇന്ന് അർദ്ധരാത്രിയോടെ പൂർത്തിയാകും. ആകെ വോട്ടർമാരുടെ 8.1% അപേക്ഷ ഇനി തിരിച്ചു കിട്ടാനുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. കേരളത്തിൽ 100% ഡിജിറ്റലൈസേഷൻ പൂർത്തിയായെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. അപേക്ഷ നൽകിയവരുടെ പേരുൾപ്പെടുത്തി ഡിസംബർ 23-ന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കി. തിരിച്ചു കിട്ടാത്ത അപേക്ഷകരുടെ പട്ടികയും 23-ന് തന്നെ പ്രത്യേകം പ്രസിദ്ധീകരിക്കും. 24.8 ലക്ഷം പേരുടെ അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു
മിസ്റ്റേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു സമയമാണ്. ഇന്ന് മധ്യരാത്രിയോട് കൂടി അത് നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് കൊണ്ടുവരുന്ന ഡീറ്റെയിൽസ് നമുക്കത് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഡ്രാഫ്റ്റിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ 23-ാം തീയതി നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ASD ലിസ്റ്റ്, അതായത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റ് മോഡിഫൈ ചെയ്യപ്പെടും. അൺകളക്റ്റബിളായി മൊത്തമുള്ളത് 24.81 lakhs. കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അന്നു മുതൽ 2 മാസം പരാതികൾ ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. കരട് പട്ടികയിൽ പേരില്ലെങ്കിലോ മാറ്റം വരുത്തണമെങ്കിലോ ഓൺലൈനായോ നേരിട്ടോ തിരുത്തലുകൾ വരുത്താം. നമ്മുടെ ഫൈനൽ 21-ാം തീയതി ഫെബ്രുവരി വരെ നമുക്ക് സമയമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള മിസ്റ്റേക്സ് നമ്മുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻസ് വരെ നമുക്ക് എന്തായാലും സമയമുണ്ട്. അഡീഷൻ, ഡിലീഷൻ, ഇങ്ങനെ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് നമുക്ക് ഏത് സമയം വേണമെങ്കിലും അത് കൊടുക്കാം. ഫെബ്രുവരി 21-ന് പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനുശേഷം നോമിനേഷൻ സമർപ്പിക്കുന്ന അവസാന ദിവസം വരെ വേണ്ട തിരുത്തലുകൾ വരുത്താനുള്ള അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് രൂക്ഷ വിമർശനം. BC നിയമനത്തിൽ ഗവർണറുമായി ഒത്തുതീർപ്പ് നടത്തിയ നടപടി വിശദീകരിക്കുമ്പോഴാണ് അംഗങ്ങൾ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചത്. മുഖ്യമന്ത്രിയുടേത് ഏകപക്ഷീയ നടപടിയെന്നും ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങൾ വിമർശിച്ചു. CPM-ൽ പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന മേധാവിത്വത്തിനാണ് ഇതോടെ അന്ത്യം കുറിക്കുന്നത്. എതിർസ്വരങ്ങളില്ലാതെ പിണറായി വിജയൻ പറയുന്നത് അവസാന വാക്കായി അംഗങ്ങൾ കേട്ടിരുന്നെങ്കിൽ അതിന് മാറ്റം വന്നിരിക്കുന്നു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി സമവായമുണ്ടാക്കിയതാണ് പാർട്ടിയിൽ മുഖ്യമന്ത്രി ഒറ്റപ്പെടാൻ കാരണമായത്. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതും ഒത്തുതീർപ്പ് ശ്രമങ്ങളും മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു. ഇതോടെ അംഗങ്ങൾ എതിർത്ത് രംഗത്തെത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കാതെ ലോക്ഭവനുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ച ഏകപക്ഷീയമെന്നായിരുന്നു അംഗങ്ങൾ വിമർശിച്ചത്. PM ശ്രീ കരാറിന് സമാനമായ ആക്ഷേപം ഇക്കാര്യത്തിലും കേൾക്കേണ്ടി വരുമെന്നും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു. സെക്രട്ടേറിയറ്റിലെ ഒട്ടുമിക്ക അംഗങ്ങളും എതിർപ്പ് അറിയിച്ചതോടെ മുഖ്യമന്ത്രി പ്രതിരോധത്തിലായി. ലോക്ഭവനുമായി പരസ്പര പോരാട്ടവും നിയമയുദ്ധവുമായി പോകുന്നത് ഗുണകരമല്ല എന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. VC നിയമനത്തിന് ഗവർണറുമായി സമവായത്തിന് മുഖ്യമന്ത്രി മുൻകൈയെടുത്തതാണ് സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളെ ചൊടിപ്പിച്ചത്. സാങ്കേതിക സർവകലാശാല VC-യായി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC-യായി സജി ഗോപിനാഥിനെ നിയമിക്കാൻ തീരുമാനിച്ച വിവരം മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ അറിയുന്നത്. ജനം, തിരുവനന്തപുരം. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത മലപ്പുറം പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മാറാട് കലാപം നടന്നപ്പോൾ അധികാരത്തിലുണ്ടായിരുന്ന ലീഗ് പുലർത്തിയത് മതസൗഹാർദ്ദ നിലപാടുകൾ അല്ലായിരുന്നുവെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് പ്രധാന കാരണം മേയർ ആര്യ രാജേന്ദ്രന്റെ അഹന്തയും ധാർഷ്ട്യവുമാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലക അല്ലെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. ഈ മതേതരത്വം ജനാധിപത്യം പറയുന്ന ലീഗ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളൊന്നും അറിയാമല്ലോ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്തവരല്ലേ ഇവർ? മലപ്പുറത്ത് പ്രഖ്യാപിച്ചില്ല അവരുടെ മന്ത്രിമാരും വകുപ്പും. ഈ കോൺഗ്രസ്സുകാർക്ക് വല്ലതും ചെയ്യാനത്തോ? ഏറാമൂന്ന് മാത്രമല്ലേ ചെയ്തത്? അപ്പം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തവരല്ലേ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ. അവിടെ ദാർഢ്യവും അഹങ്കാരവും മണിപ്പവറും മസിപ്പവറും മാൻ പവറും ഉണ്ട് എന്നുള്ള തോന്നലോടുകൂടി ആരോട് എന്ത് ചെയ്യാനുള്ള അഹങ്കാരം. അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത് ഉമ്മൻചാണ്ടി ഇരിക്കെ മുഖ്യമന്ത്രിയോട് ആലോചിക്കാതെ അവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത 5-ാം മന്ത്രി കൂടെ എടുത്ത കേരളത്തിൽ, ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ ജനാധിപത്യത്തിൽ? ഇതോടെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം ജന ഡിബേറ്റ് കാണാം. നമസ്തേ.